ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. ഒമാൻ്റെ തീരത്ത് വെച്ചിട്ട് MT മാരിവിക്സ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കപ്പൽ, കാലിയായിട്ടുള്ള എണ്ണക്കപ്പലാണ്, അതിനെതിരെ അമേരിക്കയുടെ F-18 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റിൽ നിന്നും ഒരു മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ട്. എഞ്ചിൻ റൂമിലേക്കാണ് അറ്റാക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കപ്പൽ നിശ്ചലമായി. അതിനെ തുടർന്ന് 24 ക്രൂ മെമ്പേഴ്സ് കപ്പലിലുണ്ടായിരുന്നു. 24 പേരും ഇന്ത്യക്കാരാണ്. അവരെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്ക തന്നെയാണ് അറ്റാക്ക് നടത്തിയതായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനവർ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇറാനിലേക്ക് പോയ ഷിപ്പാണെന്ന് കരുതിക്കൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നടത്തിയ അറ്റാക്കാണ്, ബൈ മിസ്റ്റേക്കൻലി. അതാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഹംഗേരിയിൽ വലിയൊരു പ്രതിഷേധം. ഈ ഹംഗേരിയിലുള്ള ജനങ്ങൾ പൊതുവെ വിക്ടർ ഓർബണിനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് പീറ്റർ മെഗിയാറിനെ സെലക്ട് ചെയ്തത്. പീറ്റർ മെഗിയാർ സെലക്ട് ആയിട്ട് ഈ വിക്ടർ ഓർബണിന് റെഫ്യൂജികളെ കൊണ്ടുവരാൻ ഹംഗേരിക്ക് താല്പര്യമില്ല. ഹംഗേരിക്ക് മാത്രമല്ല, പോളണ്ടിനും ഇതേ നിലപാടാണ്. യൂറോപ്യൻ മേഖലയിൽ പോളണ്ടും ഹംഗേരിയുമാണ് ഈ നിലപാടിൽ ഉറച്ചു നിന്നത്. ഇപ്പോൾ പീറ്റർ മെഗിയാർ വന്നിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, യൂറോപ്പ് എത്ര റെഫ്യൂജികളെ വേണമെങ്കിലും ഹംഗറിയിലോട്ട് അയച്ചോട്ടെ എന്നുള്ള നിലപാടാണ് പീറ്റർ മെഗിയാറിനുള്ളത്. വോട്ടിട്ട് പീറ്റർ മെഗിയാറിനെ സെലക്ട് ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾ ആ ഭാരം താങ്ങുക, അല്ലാതെ വേറെ വഴിയില്ല. നിങ്ങളുടെ നേതാവാണ് ഇപ്പോൾ ഇത് അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു 14 ബില്യൺ യൂറോ ഈ റെഫ്യൂജികളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടി തൽക്കാലം പീറ്റർ മെഗിയാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹംഗറിക്കുള്ളിലുള്ള പൊതുജനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്, പ്രതിഷേധം. അതായത് ഇങ്ങനെ എമിഗ്രൻറ്റുകളെ കൊണ്ടുവരാൻ പാടില്ല, ഇല്ലീഗൽ എമിഗ്രൻറ്റുകളെ അഥവാ റെഫ്യൂജികളെ ഹംഗറിക്കുള്ളിൽ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് പൊതുജനങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വോട്ടിട്ട മഹാന്മാരൊക്കെ പീറ്റർ മെഗിയാറിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ് പ്രതിഷേധവുമായിട്ട്. പീറ്റർ മെഗിയാറിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി എന്താണ് പറയുന്നത് പറഞ്ഞാൽ, ഇത് അമേരിക്കയുടെ ഫണ്ടഡ് പ്രതിഷേധമാണെന്നാണ് പീറ്റർ മെഗിയാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് പീറ്റർ മെഗിയാർ അതിനെ നേരിടുന്നത്. വിഷയം മനസ്സിലായല്ലോ, ഇതാണ് സംഭവം. പിന്നെ ഞാൻ ഇന്നലെ രാവിലെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജേഷ് എക്സ്പോർട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വീഡിയോ. അതിൽ LICയുടെ ഷെയർ രാജേഷ് എക്സ്പോർട്ടേഴ്സ് ലിമിറ്റഡ് വാങ്ങിച്ചതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല സംഗതി. ശരിക്കും രാജേഷ് എക്സ്പോർട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ LICക്ക് നിക്ഷേപമുണ്ട്. അത് ഞാനിവിടെ കറക്റ്റ് ചെയ്യാണ്. അതിൽ ഒരുപാട് കമൻറ്റ് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ അത് ഞാൻ പിന്നീട് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു പോയിന്റിൽ ഞാനത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ, ഏത് കമ്പനിയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നഷ്ടം സംഭവിച്ചിരിക്കുന്നത് രാജേഷ് എക്സ്പോർട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ്. അപ്പോൾ ആ കമ്പനി നഷ്ടപ്പെടുമ്പോൾ ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് നടത്തിയ ആൾക്കാർക്കായിരിക്കുമല്ലോ നഷ്ടം സംഭവിക്കുക. അപ്പോൾ ആ കോൺസെപ്റ്റിൽ അതിനെ കണ്ടാൽ മതി. ചെറിയ ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ വെർബൽ മിസ്റ്റേക്സ് വരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതിയാൽ മതി. അപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെ കറക്റ്റ് ചെയ്യാനും പറ്റും. ആൻഡമാൻ നിക്കോബാറിൽ 13 കോടി ചെലവിൽ ഇന്ത്യ പുതിയ റൺവേ നിർമ്മിക്കുകയാണ്. 3 to 4 ഇയേഴ്സാണ് ഇതിൻ്റെ കാലയളവ്. ആ കാലയളവിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഹൈ ക്വാളിറ്റി റൺവേ തയ്യാറായിരിക്കണം എന്നാണ് ഇന്ത്യയുടെ നിലപാട് ആൻഡമാനിൽ. ഇനി നെതന്യാഹുവിൻ്റെ സ്പീച്ച് കാര്യത്തിലേക്ക് വരാം. നെതന്യാഹുവിൻ്റെ സ്പീച്ച് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് ഒരു മറുപടി എന്നുള്ള നിലയിൽ തന്നെയാണ് നെതന്യാഹു ഈ സ്പീച്ച് കൊടുത്തിരിക്കുന്നത്. ഹീബ്രുവിലാണ് പുള്ളിക്കാരൻ ഇംഗ്ലീഷിൻ്റെ സബ് ടൈറ്റിൽ താഴെ വരുന്നുണ്ടാവും. അതുകൊണ്ട് ഞാനിത് വീഡിയോ ഫുള്ളായിട്ട് അങ്ങ് വെക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞു പോവാം. കാര്യം വേറെ ഒന്നുമില്ല, ട്രംപിനിട്ടൊരു മെസ്സേജ് വളരെ കൃത്യമായിട്ട് നെതന്യാഹു പറയാൻ ഉദ്ദേശിക്കുന്നത് 150,000 പ്രാവശ്യം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്.
ഞങ്ങൾ അതിനെ റിറ്റാലിയേറ്റ് ചെയ്ത് അതിനെ തോൽപ്പിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായേനെ? നമ്പർ 1 ചോദ്യം. 2, ട്രംപ് സമാധാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, നല്ല കാര്യം. പീസ് ട്രീറ്റി ഇറാനുമായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്, അതിന് ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ്റെ പ്രോക്സികളെ പരിപോഷിപ്പിക്കുന്ന, പ്രോക്സികളെ ഫണ്ട് ചെയ്യുന്ന നിലപാടിനോട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരേ നിലപാടെന്നാണ് ഇസ്രായേൽ കരുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് നെതന്യാഹു ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ, നിലവിൽ ഇറാൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിലവിൽ ഇറാൻ ഡിമാൻഡ് ചെയ്യുന്നത് ഹെസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹെസ്ബുള്ള ആരാണ്? ഇറാൻ്റെ പ്രോക്സിയാണ്. അപ്പോൾ അമേരിക്കയുടെ നിലപാട് ഇവിടെ എന്താണ്? നിങ്ങൾ ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് ഈ ട്രീറ്റിയിൽ തന്നെ ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് ഇറാൻ്റെ നെഗോസിയേഷൻ പോയിന്റുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പ്രോക്സികളെ പരിപോഷിപ്പിക്കരുത്, പ്രോക്സികളെ സപ്പോർട്ട് ചെയ്യരുത്. അപ്പോൾ ഇവിടെ വളരെ ഓപ്പണായിട്ട് തന്നെ ഇറാൻ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ പ്രോക്സിയെ സപ്പോർട്ട് ചെയ്യല്ലേ? ഹെസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇറാൻ ഇന്ന് രംഗത്തിറങ്ങി വന്നത്, അറ്റാക്ക് നടത്തിയത്, മിസൈൽ അയച്ചത്. അപ്പോൾ ഇവിടെ അമേരിക്ക കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അതായത് പേപ്പറിൽ ഒരു ഡോക്യുമെന്റിൽ ഒരു രീതിയിലുള്ള പ്രസ്താവനകളും പ്രാക്ടിക്കലി മറ്റൊരു തരത്തിലുള്ള നിലപാടും. ഇതാണോ അമേരിക്കയുടെ നിലപാടെന്നാണ് ചോദിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം ഒരു അറ്റാക്ക് നടത്തിയിട്ടും ഞങ്ങൾ അത് ലിമിറ്റ് ചെയ്ത് നിർത്തുന്നത് ട്രംപിൻ്റെ ഒരേ ഒരു വിഷയം കൊണ്ട് മാത്രമാണ്, അമേരിക്കയുടെ കാരണം കൊണ്ട് മാത്രമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഇനി അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. അതായത് അമേരിക്കയെ പോലും ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നുള്ള തരത്തിലാണ് നെതന്യാഹു സ്റ്റേറ്റ്മെന്റ്. വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇറാനും ഇസ്രായേലും തമ്മിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഒരു ആക്രമണം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞാൽ, അത് ആക്രമണം വേണ്ട എന്നല്ല, ശരിക്കും ഇന്നലെ ഇസ്രായേൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണമാണ്. പ്രത്യേകിച്ച് ടയർ റീജിയനിൽ ഹെസ്ബുള്ളകളുടെ വാഹനങ്ങൾ തിരഞ്ഞുപിടിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹെസ്ബുള്ള മെമ്പേഴ്സിനെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ ഫുട്ടേജസ് ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെബനൻ്റെ ഉള്ളിൽ നിരവധി ഏരിയകളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുടെ പേര് പറയേണ്ടി, അത്തരത്തിലായിരുന്നു ആക്രമണം. അതിനെ തുടർന്ന് ലെബനൻ്റെ ഉള്ളിൽ ബെയ്റൂത്തിൻ്റെ തൊട്ട് മുകളിൽ ടയർ റീജിയൻ്റെ കുറച്ച് മുമ്പായിട്ട് മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ ലൊക്കേഷനിൽ പുതിയ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. അവിടെ നിന്ന് പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് മാറി പൊക്കോളാനാണ്, അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനാണ്, അവിടെ നിന്ന് ജനങ്ങളെ ഒഴിഞ്ഞു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തിക്കും തിരക്കും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇസ്രായേൽ അവിടെ നേരം വെളുക്കും മുമ്പേ അറ്റാക്ക് നടത്തും, മാരകമായിട്ടുള്ള അറ്റാക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഇനി ഇസ്രായേലിന് മേളിൽ അറ്റാക്ക് നടത്താൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഇസ്രായേൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ഞങ്ങളുടെ ആക്രമണത്തിൻ്റെ രീതി എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇനി ഹെസ്ബുള്ളയ്ക്ക് മേളിൽ ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്താതിരിക്കുക. ഇതാണ് ഇറാൻ്റെ കണ്ടീഷൻ. അങ്ങനെ അഥവാ ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്ന പക്ഷത്തിൽ ഞങ്ങൾ വീണ്ടും ആക്രമണം തുടങ്ങും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലെബനൻ്റെ ഉള്ളിൽ അറ്റാക്ക് തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇതിനൊരു മറുപടി ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട് ഇറാന്. ഇറാൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ വളരെ സ്പെസിഫിക് ആയിട്ടൊരു മറുപടി ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് ഹെസ്ബുള്ള അറ്റാക്ക് നടത്തിയാൽ, ഈവൻ ഒരു ഡ്രോണോ എന്തെങ്കിലുമൊക്കെ ഒരു ഷെല്ലാക്രമണമോ റോക്കറ്റോ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ബെയ്റൂത്തിലെ ദെയ്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദെയ് എന്ന് പറഞ്ഞ സ്ഥലം അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഇറാൻ മിസൈൽ വിട്ടത് ഇസ്രായേലിന് നേരെ. ഒരു പക്ഷേ ആ സ്ഥലത്ത് നഈം കാസിം പോലത്തെ ഹെസ്ബുള്ളയുടെ നേതാക്കൾ താമസിക്കുന്ന സ്ഥലമാണോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അതുപോലെ പ്രധാനപ്പെട്ട ഹെസ്ബുള്ള നേതാക്കൾ താമസിക്കുന്ന സ്ഥലമായിട്ട് കരുതപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ദെയ്ദ്. അപ്പോൾ അതുകൊണ്ട് ഈ ദെയ് എന്ന് പറഞ്ഞ സ്ഥലം ഇസ്രായേലിൻ്റെ ടാർഗറ്റിലുണ്ട്, ഉറപ്പാണ്. അപ്പം അങ്ങനെ അഥവാ ഹെസ്ബുള്ള അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ബെയ്റൂത്തിനെ ടാർഗറ്റ് ചെയ്യില്ല. പക്ഷേ ഹെസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിൻ്റെ സൈഡിലേക്ക് വീണ്ടും അറ്റാക്ക് നടത്തുന്നുവെങ്കിൽ ഈ യുദ്ധം വീണ്ടും തുടങ്ങും. ട്രംപിന് പുല്ലുവിലയാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും ഇറാനും എടുത്തിരിക്കുന്ന തീരുമാനം വെച്ച് നോക്കുമ്പോഴത്തേക്കും ട്രംപിന് പുല്ലുവിലയാണ്.
കാരണം ട്രംപ് ശരിക്കും ആദ്യം ഒരു ട്വീറ്റ് ഇടുന്നുണ്ട്, ഇസ്രായേലും ഇറാനും അറ്റാക്ക് നടത്തരുത്. അതായത് അമേരിക്കയ്ക്കും ഇറാൻ യുദ്ധത്തിനും യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ട്രംപ് ട്വീറ്റ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്, വലിയൊരു ട്വീറ്റ്. അതായത് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഡീൽ ഏതാണ്ട് ഓക്കെ ആയിരിക്കുന്ന മട്ടിലാണ് ട്രംപിൻ്റെ ട്വീറ്റ്. ഏത് ഡീല്? എവിടുത്തെ ഡീല്? ഒരു ഡീലും ഇല്ല. ട്രംപ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി യുദ്ധം വേണ്ട എന്നുള്ള തരത്തിൽ. ആ രീതിയിലാണ് ട്രംപിൻ്റെ പെരുമാറ്റം. ട്രംപിൻ്റെ ലാംഗ്വേജിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ മറിച്ചാണ്. ഇസ്രായേലിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അവർ തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. ഇനി അമേരിക്കയുടെ സെൻകോം അവർ രഹസ്യമായിട്ടൊരു നീക്കം നടത്തുന്നുണ്ട്. ആ നീക്കം വേറെ ഒന്നുമില്ല, IAEAയുമായിട്ട് രഹസ്യമായിട്ടൊരു മീറ്റിംഗ് നടത്തുകയാണ്. ഈ IAEAയുമായിട്ട് രഹസ്യ മീറ്റിംഗ് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ എൻറിച്ച്ഡ് യുറേനിയം എവിടെയായിരിക്കും അവർ കൊണ്ടുവച്ചിട്ടുണ്ടാവുക, അതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചുള്ള ഒരു മീറ്റിംഗ് ആണ് നടത്തിയത്. IAEA എടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്രോക്സിമേറ്റ്ലി ഏത് ഭാഗത്തായിരിക്കും അവർ കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ ഇറ്റ് മീൻസ് ഇറാൻ്റെ എൻറിച്ച്ഡ് യുറേനിയം എവിടെയാണെന്നുള്ളത് ഇതുവരെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും യാതൊരു പിടുത്തവുമില്ല. അത് കണ്ടെത്താനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ട് അത് കണ്ടെത്തി ഒരു സീക്രട്ട് ഓപ്പറേഷനിലൂടെ അത് കൈക്കലാക്കാൻ കഴിഞ്ഞാൽ ഈ യുദ്ധം തീരും എന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ കയ്യിൽ വേറെ വഴികളില്ല, മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ഇപ്പം IAEAയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ സ്പോട്ട് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ശ്രമം. അവർ തരില്ല എന്ന് പറഞ്ഞ എൻറിച്ച്ഡ് യുറേനിയം അമേരിക്ക രഹസ്യമായിട്ട് ഒരു സീക്രട്ട് ഓപ്പറേഷനിലൂടെ അത് കൈക്കലാക്കുന്നുവെങ്കിൽ യുദ്ധം അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. വീണ്ടും ഇറാൻ അഗ്രസീവായിട്ട് മിസൈലുകൾ വിട്ടു തുടങ്ങും, ആക്രമണം ഫോഴ്സ്ഫുള്ളി നടത്തേണ്ടി വരും. കാരണം നെതന്യാഹുവിന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപിനെതിരെ പറയാണ്ട് നിവർത്തിയില്ല. കാരണം ഇലക്ഷൻ വരുന്നുണ്ട്. നഫ്താലി ബെന്നറ്റ് ഉൾപ്പെടെയുള്ള ഓപ്പോസിഷൻ ശക്തമായ രീതിയിൽ നെതന്യാഹുവിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ മിസൈൽ വന്നിട്ട് യുദ്ധമായിട്ട് നടത്തിയില്ല, ഒരു ഒറ്റ ദിവസത്തെ ഒരു റിറ്റാലിയേഷൻ അറ്റാക്കിലൂടെ ഇത് അവസാനിപ്പിച്ചത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള പല വിഷയങ്ങൾക്കും നെതന്യാഹു നെസറ്റിൽ ഉത്തരം കൊടുക്കേണ്ടി വരും. അത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിയുമ്പോൾ നെതന്യാഹുവിന് അതൊരു തിരിച്ചടിയാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെതന്യാഹു ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് മേളിൽ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇറാനെ അടിക്കും തന്നെയാണ് നെതന്യാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപ് അങ്ങനെ 12ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങി പല യുദ്ധങ്ങളും അവസാനിപ്പിച്ച് വെച്ച ട്രംപ് ഇസ്രായേൽ ഇറാൻ യുദ്ധവും കൂടി ഇപ്പം അവസാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ നസർ എന്ന് പറഞ്ഞ ആ ഓപ്പറേഷൻ കൂടി ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒരു സീസ് ഫയർ ഡീലിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് പുള്ളിക്കാരൻ എഴുതി കുറിച്ചിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും അവർ ഡീലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഗാസയ്ക്കുള്ളിൽ പലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പിൽപ്പെട്ട 3 പേരെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി നടത്തിയ ഓപ്പറേഷനിലാണ് 3 പേരെ എലിമിനേറ്റ് ചെയ്തത്. അവരുടെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും അതേപോലെ ഹമാസിൻ്റെ സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന 2 പേര്, അങ്ങനെ 3 പേരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ തുടരെ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഈജിപ്തിൽ വെച്ചിട്ട് ഹമാസുമായിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗാസയ്ക്കുള്ളിലുള്ള ആക്രമണം തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഗാസയിലും പ്രത്യേകിച്ച് ഹമാസിൻ്റെ മേളിലും ഹെസ്ബുള്ളയുടെ മേളിലും ഇസ്രായേൽ അവരുടെ എല്ലാ തരത്തിലുള്ള ദേഷ്യവും തീർക്കുകയാണ്. 1 ട്രംപിൻ്റെ മേലുള്ള ദേഷ്യം, 2 ഇറാൻ്റെ മേലുള്ള ദേഷ്യം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഗാസയിലും ലെബനനിലുമാണ് ഇസ്രായേൽ ഈ ദേഷ്യം തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത യുദ്ധങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ്, ഉക്രൈൻ UK ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ POKയുടെ വിഷയം, ഇതെല്ലാം തന്നെ ഇൻസൈറ്റ്സ് ഗ്ലോബൽ മലയാളത്തിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.